നിബന്ധന മാറ്റുമോ എന്ന ചോദ്യത്തിന് നിബന്ധന മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. 1985 മറ്റുമാണ് അല്ലേ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പോളിറ്റ് ബ്യൂറോയിൽ വരുന്നത്. അന്ന് അവർക്ക് 30 വയസ്സായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നീട് ഇന്നേ വരെ CPM-ൽ അത്രയും പ്രായമുള്ള നേതാക്കൾ ആ സമയത്ത് പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയ ചരിത്രമില്ല. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ നേരിടാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന പ്രശ്നം 75 വയസ്സ് എന്നുള്ളത് നിർബന്ധമാക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും CPM-ൻ്റെ ഫേസ് ആയിരിക്കുന്ന നേതാക്കൾ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ഒഴിവാക്കാൻ എന്തായാലും പാർട്ടി നിലവിലത്തെ സാഹചര്യത്തിൽ അനുവദിക്കുന്നില്ല. പാർട്ടിയുടെ ദേശീയ നില അത്ര ആരോഗ്യകരമല്ല. ഒരാൾക്കാണ് ഇളവ് കൊടുക്കുക, ഇത് കുറേ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിബന്ധന മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 80 വയസ്സായിരിക്കുന്ന സമയത്ത് 81 വയസ്സായിരുന്നു അന്ന് നമ്മുടെ SRPക്ക്. അപ്പോൾ SRPക്ക് ഇളവ് കൊടുത്തു. SRPക്ക് ഇളവ് കൊടുക്കുന്നത് 18ാം പാർട്ടി കോൺഗ്രസിലാണ്. ഇപ്പോൾ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലും 75 വയസ്സ് എന്നുള്ളത് പുനഃപരിശോധിക്കാനുള്ള സാധ്യതയുള്ളതായിട്ട് മനസ്സിലാവുന്നു ദേശീയ തലത്തിൽ. പക്ഷേ സംസ്ഥാന തലത്തിൽ 2 ടേം എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഏറ്റവും കൂടുതൽ വലിയ ആഘാതം നേരിടേണ്ടി വരിക ശൈലജ ടീച്ചറിനായിരിക്കും. പക്ഷേ 3ാം ഊഴം തേടി ഇറങ്ങുന്ന CPM-നെ സംബന്ധിച്ച് ഈ 2 ടേം എന്ന് പറയുന്നത് അത്ര വലിയ പ്രതിസന്ധിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ചില മണ്ഡലങ്ങളിൽ ഒഴിച്ചാൽ അത് ഈ പറഞ്ഞ ഒരു ടെക്നിക്കാലിറ്റിയിൽ അവിടെ കടന്നു പോകും. ഒന്ന് VK പ്രശാന്ത്, മറ്റൊന്ന് സജി ചെറിയാൻ. അപ്പോൾ ചെങ്ങന്നൂർ, പിന്നെ കടകംപള്ളിക്ക് പക്ഷേ അത് ബാധകമാണ്. പക്ഷേ ഇവിടെ കടകംപള്ളിയും എനിക്കൊന്ന് ശൈലജ ടീച്ചർക്കും ആയിരിക്കും ഇത് ബാധകമാവുക. ഏറ്റവും പ്രധാനമായിട്ടും ബാധകമാകുന്ന മുതിർന്ന നേതാക്കൾ. VK പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് വന്നത്. അവിടെ VK പ്രശാന്ത് ഒരു ഫേസായി മാറിക്കഴിഞ്ഞു. വട്ടിയൂർക്കാവിൽ അടുത്തെങ്ങും എത്താൻ പോലും കഴിയുന്നില്ല BJP ഇറക്കുമ്പോൾ. പക്ഷേ സ്വീകാര്യതയുണ്ട്. പക്ഷേ അടുത്ത തവണ VK പ്രശാന്തിനെ നേരിടാൻ എത്തുന്നത് മുരളീധരനാണ് എന്നാണല്ലോ കോൺഗ്രസിൽ അടിയറ സാറേ. അതിന് അവിടെ നമ്മൾ ഇപ്പോൾ കാണാത്തത് കൊണ്ട് തോന്നുന്നതാണ്. അവിടെ CPM-ന് നിറയെ നേതാക്കൾ അല്ലല്ല. പക്ഷേ VK പ്രശാന്തിന് തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് VK പ്രശാന്തിനെ മത്സരിപ്പിച്ചത്? മേയർ എന്ന നിലയിൽ VK പ്രശാന്ത് തിരുവനന്തപുരത്ത് നടത്തിയ കോൺട്രിബ്യൂഷൻസ് അത് MLA എന്ന നിലയിൽ സഹായിച്ചു എന്ന് മാത്രമല്ല അവിടെ VK പ്രശാന്തിന് അനുകൂലമായിട്ട് തരംഗം ഇപ്പോഴും ഉണ്ട്. കാര്യം മേയർ അവിടെ പരാജയമാണ്. മേയർ ബ്രോ എന്നാണ് വിളിക്കുന്നത്. ആ രീതിയിലൊരു ജനകീയനാണ് VK പ്രശാന്ത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത തവണ VK പ്രശാന്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കും. മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 2 ടൈം ആയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ ചെങ്ങന്നൂരിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞു അവിടെ ഉപതെരഞ്ഞെടുപ്പാണ്. രാമേന്ദ്രൻ നായർ ശേഷമാണല്ലോ സജി ചെറിയൻ വരുന്നത്. അപ്പോൾ 2 ടൈം നിർബന്ധമാക്കിയാൽ പോലും സജി ചെറിയനും VK പ്രശാന്തും അവിടെ സേഫ് ആണ് എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഷംസീറിന് അത് ബാധകമാണ്. ഷംസീറിൻ്റെ കാര്യത്തിൽ അതേപോലെ നമ്മളുടെ ഈ കടകംപള്ളിയുടെ കാര്യത്തിൽ മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചറിൻ്റെ കാര്യത്തിൽ ഇവർ പ്രശ്നമല്ല. അല്ല, രാജേഷ് വർഷം 2 പ്രാവശ്യം മത്സരിച്ചു. എം പി രാജേഷ് മത്സരിച്ചല്ലോ. എം പി രാജേഷ് അല്ലല്ല, എം പി രാജേഷ് മത്സരിക്കുന്നത് ഇവിടുന്ന് MP ആയിരുന്നു. തൃത്താലയിൽ രാജേഷിന്റെ ഫസ്റ്റ് ആണ്. പി രാജീവും വരുന്നത് കളമശ്ശേരി മത്സരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കത് ബാധകമാവുന്നില്ല. ഇനി അതുകൊണ്ട് ഈ ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കുന്നത് അല്ലേ, അപ്പൊ അവർക്കത് ബാധകമാവുന്നില്ല. അപ്പൊ കടകംപള്ളിക്ക് ബാധകമാണ്. മട്ടന്നൂരിൽ നിന്ന് നമ്മുടെ ശൈലജ ടീച്ചറിന് ബാധകമാണ്. അതേപോലെ സജി ചെറിയന് ബാധകമല്ല. അപ്പം ഷംസീറിന് ബാധകമാണ്. അപ്പൊ 2 ടേം നിബന്ധന എന്നുള്ളത് പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിക്കുമെന്നൊന്നും പാർട്ടി കണക്കാക്കുന്നു. കുന്നംകുളം AC മൊയ്തീൻ അവിടെ AC മൊയ്തീൻ തുടരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം അത് അടിസ്ഥാനമായി ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് AC മൊയ്തീൻ തുടരാനുള്ള സാധ്യതയും കാണുന്നില്ല. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല. അപ്പോൾ 2 ടേം ഇല്ലെങ്കിലും പാർട്ടി 3ാം ഊഴത്തിലെത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കാര്യം അത് പാർട്ടിയുടെ അണികൾക്ക് ഉറപ്പായിട്ടുണ്ട്. ആ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സംസ്ഥാന സമ്മേളനത്തിൽ ഇറങ്ങാൻ പോകുന്നത്. സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാവാതിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനം സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാവുകയേയില്ല. കാര്യം ഏറെക്കുറെ അടുത്ത മുന്നണിയെ നയിക്കാൻ പോകുന്നത് പിണറായി വിജയനാണ് എന്നുള്ളത് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്ത ഓപ്ഷനുകളെക്കുറിച്ച് ആലോചിക്കുന്നില്ല. പിണറായി വിജയനെതിരെ വ്യക്തിപരമായിട്ടോ ആഭ്യന്തര വകുപ്പിനെതിരെയോ, ആഭ്യന്തര വകുപ്പിൽ നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചതുപോലെ അല്ല പിന്നീട് ജില്ലാ സമ്മേളനങ്ങളിൽ കാര്യമായ രൂക്ഷമായ വിമർശനം ഉണ്ടായില്ല. കാര്യം തുടങ്ങുന്ന സമയത്ത് PV Anwar ഉയർത്തിവിട്ടൊരു ഭൂതം ഉണ്ടായിരുന്നു. ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ PV Anwar ഉയർത്തിവിട്ട വിവാദം ലോക്കൽ കമ്മിറ്റിയിലൊക്കെ പകുതിയോളം ആളുകളാണ് PV Anwariനോടൊപ്പം നിന്നുകൊണ്ട് വിഷയം ഉന്നയിച്ചത്. പക്ഷെ പിന്നീട് PV Anwar ദുർബലനായപ്പോൾ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണം പറഞ്ഞു. പക്ഷേ എന്താ സംഭവിച്ചത്? ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുമ്പോഴേക്ക് PV Anwar ദുർബലനായി. PV Anwarന്റെ പൊളിറ്റിക്സിനെ തുറന്നു കാട്ടാൻ CPM-ന് സാധിക്കുകയും PV Anwarന് ഉന്നയിച്ച എല്ലാ ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ആരോപണങ്ങളും
അവസാനം കാറ്റിൽ പറത്തുകയും ചെയ്തു. അത് പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ പലരും ചർച്ച ചെയ്തത് പോലുമില്ല എന്നാണ് മനസ്സിലാവുന്നത്. മലപ്പുറത്തുണ്ടായി കേട്ടോ. മലപ്പുറത്ത് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അപ്പോൾ സംസ്ഥാന സമ്മേളനത്തിലും സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ അഭിപ്രായ പ്രകടനങ്ങൾ ഡെലിഗേറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. എന്നാൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയാവും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സംഘടനാപരമായ ചർച്ചയായിരിക്കും നടക്കുക. ബാക്കിയെല്ലാം വരാൻ പോകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അടുത്ത പാർട്ടി കോൺഗ്രസിലുമായിട്ടായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ തലമുറ മാറ്റം? എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം, CPM എന്ന് പറയുന്ന പാർട്ടി നമ്മൾ പല രീതിയിലും വിമർശിക്കുമ്പോഴും പാർട്ടി കഴിഞ്ഞ തവണ കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനം വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്, 2 ടേം എന്നുള്ളത്. അതിന് തൊട്ട് മുമ്പ് മന്ത്രിമാരായിട്ടിരിക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് പുതുതലമുറയ്ക്ക് അവസരം നൽകിയത്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഏതൊരു പാർട്ടിയുടെയും വളർച്ച എന്ന് പറയുന്നത് അവരുടെ ഒരു രണ്ടാമത്തെ നിരയെ വളർത്തുക എന്നുള്ളതാണ്. ആ ഒരു നിരയെ വളർത്തുക എന്നുള്ളത് വളരെ കൃത്യമായി ചെയ്തു പോകുന്ന പാർട്ടിയെ CPM. എന്നാൽ അത് ചെയ്യാതെ പോയൊരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. അതാണ് കോൺഗ്രസ് നേരിട്ട അപകടം. കോൺഗ്രസിന് പുതുമുഖങ്ങൾ ആരുണ്ട്? ഒരു നിരയെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇപ്പോൾ PC വിശ്വനാഥ്, VT ബൽറാം ഒരു കാലഘട്ടത്തിൽ. അതിനകത്തൊരു പ്രത്യേകം അറിയോ, കോൺഗ്രസ് 2ാം നിര എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിനെയാണ് കണക്കാക്കിയേക്കണേ. അവിടെ പ്രശ്നം അവരാണ് യൂത്ത് കോൺഗ്രസ് 2ാം നിര. യൂത്ത് കോൺഗ്രസ് ഏറെക്കാലം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് PC വിശ്വനാഥിന്റെ കയ്യിലായിരുന്നു, അല്ലെങ്കിൽ ഷാഫി പറമ്പിന്റെ കയ്യിലായിരുന്നു. ഷാഫി പറമ്പിൽ, VT ബൽറാം, അതേപോലെ ഈ പറയുന്ന ആരാണ് നമ്മുടെ PC വിശ്വനാഥ്. ഇതല്ലാതെ വേറെ നേതാക്കളുടെ പേര് പറയാനില്ല. സിദ്ദിഖ് കുറച്ചുകൂടി മുതിർന്ന നേതാവാണെന്ന് നമുക്ക് പറയാം. എന്നാൽ നോക്കൂ, ഇത്തവണ ഈ നിയമസഭയിൽ പെർഫോം ചെയ്തിരിക്കുന്ന മന്ത്രിമാരാരൊക്കെയാ? ഒന്ന് P രാജീവ്, ഈ നിയമസഭയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത മന്ത്രിമാരിൽ ഒരാളല്ലേ. മറ്റൊരാൾ നിയമസഭയിൽ പെർഫോം ചെയ്ത MB രാജേഷ്, ഈ നിയമസഭയിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരല്ലേ. ഇവരെ എവിടെയാണ് പാർട്ടിയുടെ സംഘടനാ തലത്തിലും ഉപയോഗിക്കാൻ പറ്റുകയും പാർലമെൻ്ററി തലത്തിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു രണ്ടാമത്തെ നിരയെ CPM ഇതിനകം തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷംസീർ, PK ബിജു, ഇനി വരാൻ പോകുന്ന നേതാക്കൾ സ്വരാജ് ഇപ്പോൾ ഇല്ല, നിയമസഭയ്ക്കുള്ളിലില്ല, അദ്ദേഹമാണ് ഒരു പതാക ക്യാപ്റ്റൻ. അപ്പോൾ ഒരു 2ാം നിര CPMൽ ഓൾറെഡി തയ്യാറാണ്. അപ്പോൾ അതൊരു പാർട്ടിയുടെ നയമാണ്. അതൊരു പാർട്ടിയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന, പാർട്ടിയുടെ സംഘടന രീതിയിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു നിലപാടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് കേരളത്തിൽ CPM ആണെങ്കിൽ ഒരു യൂത്ത്ഫുൾ മുഖ്യമന്ത്രിയെ കൂടെ പ്രഖ്യാപിച്ച് മുന്നോട്ട് അല്ല, അത് നോക്കൂ, അത് രണ്ടും രണ്ട് രീതിയിൽ. ഇപ്പോൾ എന്തുകൊണ്ടാണ് BJP വന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. BJP കേന്ദ്രത്തിൽ ഒരു 2ാം നിരയെ കൊണ്ടുവരുന്നുണ്ട്. നരേന്ദ്രമോദിയെ മാറ്റുന്നില്ല. പക്ഷേ നരേന്ദ്രമോദിയെ മാറ്റുന്നില്ല എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം നരേന്ദ്രമോദി ഫേസാക്കി നിൽക്കുന്നതിനോടൊപ്പം തന്നെ ഒപ്പം നിൽക്കുന്ന ഒരു 2ാമത്തെ നിരയെ കൂടി BJP അവിടെ കേന്ദ്രത്തിൽ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ തിരിച്ചാണ്, വ്യത്യസ്തമാണ് അനുഭവം എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ കൂടുതൽ നേതാക്കളെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, ജില്ലയെ തന്നെ വിഭജിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു എഫേർട്ടാണ്. പക്ഷേ CPM അത് ചെയ്തത് അതും ഒരു തുടർഭരണത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് സംശയം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ്. അവിടെ വലിയ ആരോപണങ്ങൾ നേരിടുന്ന ഘട്ടത്തിലാണ് പാർട്ടി അങ്ങോട്ട് ബോൾഡായി തീരുമാനം എടുക്കുന്നത്. പാർട്ടിയുടെ ഏറ്റവും നല്ല ഫേസ് ആയിരുന്നില്ലേ തോമസ് ഐസക്ക്? പാർട്ടിയുടെ ഏറ്റവും നല്ല ഫേസ് ആയിരുന്നില്ലേ ശൈലജ ടീച്ചർ? പാർട്ടിയുടെ ഏറ്റവും നല്ല ഫേസല്ലേ G സുധാകരൻ? ഇവർ 3 പേരും അല്ലേ യഥാർത്ഥത്തിൽ 2ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിക്കുന്നതിൻ്റെ 60% ക്രെഡിറ്റിൻ്റെ ഉത്തരവാദികളായിരുന്നവർ. ഇവർ 3 പേരെയും 2 പേരും മത്സരിക്കേണ്ട എന്ന് പറയുന്നു, മറ്റൊരാൾ മത്സരിച്ചെങ്കിലും മന്ത്രിയാക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. ആ തീരുമാനം വളരെ ബോൾഡായ ഒരു ഇനിഷ്യേറ്റീവാണ്. അത് കൊടുത്തൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് പാർലമെൻ്ററി വ്യാമോഹങ്ങളിൽ കുരുങ്ങേണ്ടതല്ല എന്നും നിങ്ങൾക്ക് അവസരം വരുമെന്നും 2 ടൈം കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക, മറ്റുള്ളവർക്ക് അവസരം കിട്ടുക എന്നുള്ളതാണ്. ആ നിലപാട് തന്നെ പാർട്ടി ഇത്തവണയും നഷ്ടപ്പെടുന്നില്ല. പിന്നെ 3ാമത് മത്സരിക്കാം. ഇനിയിപ്പോൾ തോമസ് ഐസക്കിനെ കൊണ്ടുവരാം. അങ്ങനെ പ്രതികൂലമായ സാഹചര്യമാണെന്നുണ്ടെങ്കിൽ മാത്രം. ഞാൻ പറയുന്നത് അത്തരം സ്റ്റെപ്പുകളിലേക്കൊന്നും CPM പോവില്ല എന്നാണ്. CPM ഈസ് വെരി കോൺഫിഡൻറ്റ്. അവരുടെ പാർട്ടി കണക്കുകൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, കാട്ടാക്കടയിൽ വല്ല മാറ്റം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് കാട്ടാക്കടയിൽ നല്ല പെർഫോമൻസ് ആണ് അവിടുത്തെ MLA നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഏത് മണ്ഡലം തിരിച്ചുപിടിക്കാവുന്ന മണ്ഡലങ്ങൾ കോൺഗ്രസിന് 21 മണ്ഡലങ്ങളിൽ നിന്ന് കൂട്ടാൻ പറ്റുന്ന മണ്ഡലങ്ങൾ കുറവാണ്. ഉണ്ണി ബാലകൃഷ്ണൻ ഓരോ മണ്ഡലങ്ങളിലേക്കും എടുത്തു നോക്കിയാൽ അവിടെ മണ്ഡലങ്ങളിലെ MLA-മാർക്കെതിരായിട്ടുള്ള ആൻറ്റി ഇൻകുംബൻസി 0 ആയ പലയിടങ്ങളിലും. അതേസമയം സർക്കാരിനെതിരെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ പറയുന്ന ഒരു ഭരണവിരുദ്ധ വികാരം, പ്രതിപക്ഷം ഉയർത്താൻ ശ്രമിക്കുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയാം. പക്ഷേ അത് MLA തലത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് CPM-ന്റെ കരുത്തായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ തൃത്താലയിൽ നോക്കൂ, തൃത്താലിൽ MB രാജേഷിനെതിരെ ഭരണവിരുദ്ധ വികാരം ഇല്ല. അവിടെ കൊടുത്തിരിക്കുന്ന പദ്ധതികളുണ്ട്, പോളിസികളുണ്ട്. അതേപോലെ P രാജീവിൻ്റെ കളമശ്ശേരിയിൽ നോക്കൂ, കളമശ്ശേരിയിലാണ് ഈ പറയുന്ന, അവിടെ പക്ഷേ ലീഗിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്നുള്ള പ്രത്യേകതയും കൂടിയുണ്ട്, അതും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും മറ്റ് അപകട സാധ്യതയില്ല. ഓരോ മണ്ഡലങ്ങളെടുത്ത് നമ്മൾ ചെങ്ങന്നൂരിലുമില്ല. ചെങ്ങന്നൂരിലും സജി ചെറിയാനെ കുറിച്ച് എന്തൊക്കെ അഭിപ്രായം പറഞ്ഞാലും MLA എന്നുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അവിടെ റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏറ്റുമാനൂരില്ല. VN വാസവൻ എന്താ ഉള്ളത്? ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ച് നോക്ക്. കൊട്ടാരക്കരയിലുണ്ടോ? കൊട്ടാരക്കര IT പാർക്ക് വരാൻ പോവാണ്. കൊട്ടാരക്കരയിൽ KM ബാലഗോപാലിനെതിരെ ഒരു വികാരവും ആ ഒരു ആൻറ്റി ഇൻകുബൻസി ഫീലിംഗ് ഇല്ല. ആറന്മുളയിൽ ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, അവിടെ ഒരു ഇക്വേഷൻസ് ഒക്കെ മാറുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. മന്ത്രി എന്ന നിലയിലുള്ള പെർഫോമൻസിൽ തട്ടുകേട് ഉണ്ടെങ്കിലും
MLA എന്ന നിലയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. കാരണം അവിടെ പകരം നിർത്താൻ പോകുന്നതായിരുന്നു. ഇപ്പം നേരത്തെ മത്സരിച്ച ശിവദാസനായിരുന്നു അല്ലേ, കടവൂരായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ആറന്മുളയിൽ കോൺഗ്രസിൽ നിർത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥി ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു, പിന്നുള്ളത് അബിൻ വർക്കിയ അവിടെ മത്സരിക്കുമെന്ന് നമുക്ക് നിശ്ചയമില്ല വരുന്ന സാഹചര്യങ്ങളിൽ. അപ്പോൾ ഓരോ MLA-മാരുടെയും പെർഫോമൻസ് കൂടി എടുത്തു നോക്കിയാൽ CPM ഈസ് വെരി കോൺഫിഡൻറ്റ്. അതുകൊണ്ട് വലിയ തീരുമാനങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും പക്ഷേ നിബന്ധന മാറ്റം ഉണ്ടായേക്കാം എന്ന് തന്നെ ഞാൻ കരുതുന്നു. അത് ഈ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുക എന്നതിൻ്റെ കൂടെ അടുത്ത തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പാനലിനെ കൂടുതൽ മനോഹരമാക്കുക എന്നതായിരിക്കും ഉദ്ദേശം. അത് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം മാത്രമേ തീരുമാനിക്കൂ. സംസ്ഥാന സമ്മേളനത്തിൽ ആ വിഷയം ചർച്ചയാവുകയില്ല. Meet the editors.